ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ചേച്ചിയെ കണ്ടുമുട്ടി. ആ ചേച്ചി എന്നോട് കണ്ടിട്ട് പറഞ്ഞത്, ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ? എന്റെ ബ്രദറെ, എനിക്ക് ഒരു ആളോട് കുറച്ച് അമർഷമായ ഒരു ദേഷ്യം എനിക്കുണ്ട്. 8 വർഷത്തോളമായി ഞങ്ങൾ തമ്മിൽ ഒന്ന് നല്ല പോലെ ഹൃദയം തുറന്നൊന്ന് സംസാരിച്ചിട്ട്, അപ്പൊ അത്രയും മനസ്സിലൊരു വേദന ഉള്ളത് കൊണ്ട് ഉള്ളു തുറന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടൊന്ന് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം പങ്കുവെക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ദൈവം തരുന്ന ഒരു വചനം ഇതാണ്. ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിന്റെ മക്കളാകാനാ പറഞ്ഞേക്കുന്നത്. ഈശോ പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് പറയണത് എന്താണ്? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നാ ചോദിച്ചത്. അതൊന്നും അല്ല. നിങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ പുതിയൊരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതാണ് ഈശോ പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. മനുഷ്യനല്ലേ, എല്ലാവർക്കും തെറ്റുപറ്റാം. അപ്പൊ തെറ്റില്ലാത്തവരാരും ഇല്ല, അല്ലെ? തെറ്റുള്ളത് കൊണ്ടാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് പക്ഷെ പിണക്കമൊക്കെ ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചാൽ അതിനൊക്കെ സാധിക്കും, അല്ലെ? അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ മക്കളായി തീരുന്നത്. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് ആ ചേച്ചിയെ ഓർക്കാം. അതുപോലെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് മിണ്ടാതിരിക്കുന്നവര്, ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും സ്നേഹത്തിനെതിരായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിനോർത്തെല്ലാം ഈശോ ക്ഷമിച്ച് അവരെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് വിദ്വേഷ്യമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ക്ഷമിച്ച് ഈശോയുടെ മക്കളായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും